ഹായ് സുഹൃത്തുക്കളെ, കുറച്ച് ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. ഇപ്പം ഇലക്ഷനൊക്കെ ആയി വരികയാണല്ലോ. അപ്പം അതിനോടനുബന്ധിച്ച് ഇവിടുത്തെ ദലിത് സമൂഹത്തിന് ഈ ഇലക്ഷനിൽ എന്ത് പ്രാതിനിധ്യമാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഇവിടുത്തെ ദലിത് സംഘടനകളെല്ലാം നന്നായിട്ട് വിചിന്തനം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. ഞാനിത് പറയുന്നത്, ഞാനൊരു പഴയ ഇന്ത്യൻ ദലിത് ഫെഡറേഷൻ IDF എന്ന സംഘടനയുടെ ശ്രീമാൻ കല്ലറ സുകുമാരൻ്റെയും പോൾ ചിറക്കലോടിൻ്റെയൊക്കെ സ്ഥാപക നേതാക്കന്മാരായ ഈ രണ്ട് ഇന്ത്യൻ ദലിത് ഫെഡറേഷൻ എന്ന സംഘടനയുടെ കൂടി വന്ന ഒരു ഇന്ത്യൻ ദലിത് ഫെഡറേഷൻ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുകയും വർഷങ്ങളോളം അതിൻ്റെ ഭാരവാഹകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാനിത് പറയാൻ കാരണം, ഇന്ത്യൻ ദലിത് ഫെഡറേഷൻ എന്ന മഹത്തായ സംഘടന ഇന്ന് നമ്മുടെ കേരളത്തിൽ നാമമാത്രമായ ആൾക്കാരിൽ ഒതുങ്ങപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീമാൻ കല്ലറ സുകുമാരൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ദലിത് സമൂഹങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ച് തൻ്റെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ ദലിത് ഫെഡറേഷൻ എന്ന സംഘടന. പക്ഷെങ്കിൽ അത് 90% ഇന്ത്യൻ ദലിത് ഫെഡറേഷനിലെ ആൾക്കാർ ദലിതർ ഒക്കെ ആയതുകൊണ്ടും ഈ ദലിത് പ്രസ്ഥാനങ്ങൾ ആ സമയത്ത് കൂണുപോലെ മുളർച്ച ഉണ്ടാകുകയും അതിനെതിരെ ഈ ദലിത് സംഘടനകൾ തന്നെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നും ഞങ്ങളൊക്കെ അടിയുറച്ച് വിശ്വസിച്ച് ഇന്നും പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ല എങ്കിലും ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞാനുമൊക്കെ. എന്നെപ്പോലെ നിരവധി ആൾക്കാരുണ്ടാകും. ശ്രീമാൻ കല്ലറ സുകുമാരൻ സാറിൻ്റെ ജീവിതം ഹോമിക്കപ്പെട്ടത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് വേണ്ടി പല രാഷ്ട്രീയ നേതാക്കന്മാരും അനേകം ഓഫറുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് അന്ന് മറ്റൊരു പ്രസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ചാണ് മറ്റൊരു പ്രസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ ഇന്നൊരു അദ്ദേഹം ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രാരാബ്ദം കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് നമ്മളോടുമൊക്കെ വിട പറഞ്ഞു പോയത്. അപ്പം അതിന് നാമൊക്കെ ദലിത് പ്രത്യേകിച്ച് കേരളത്തിലെ ദലിത് സംഘടനകളും ദലിത് ജനങ്ങളും അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞുപോയി. അതിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രസക്തി ഇപ്പോഴാണ് നാമൊക്കെ അറിയുന്നത്. ഇവിടെ സണ്ണിയം കപിക്കാട് വൈക്കത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ നിർത്താമെന്ന് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ഒരു വാഗ്ദാനം നൽകുകയും പിന്നീടത് കറിവേപ്പില പോണക്ക് വലിച്ചെറിയുകയും ചെയ്ത ഒരു സംഭവം നാം കണ്ടിരിക്കുന്നല്ലോ. ഈ ഗാന്ധി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഏറ്റവും കാതലായ ഭാഗം, ഇവിടെ ഒരു ദലിതിനെ അവർ മുഖച്ഛായ കാണിക്കുകയും മറ്റുള്ള സമയങ്ങളിൽ അവരെ വലിച്ചെറിയുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ഉദാഹരണമാണ് ഈ കേരളത്തിൽ ഏതെങ്കിലും, അതായത് കൊടിക്കുന്ന് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി ഇരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് നാം ആലോചിക്കണം. അതിനുശേഷം വന്ന VD സതീശൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ ആലോചിക്കുക. അതേപോലെ പല വ്യക്തികളുടെയും. അപ്പം ഞാനിത് പറഞ്ഞു വരുന്ന കാരണം, സണ്ണിയം കപിക്കാട് വൈക്കത്ത് അവരൊരു സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് ദലിത് പ്രാതിനിധ്യത്തിൽ ഒരു പൊതു സീറ്റ് കൊടുക്കാമെന്ന് പറയും. ദലിത് പ്രാതിനിധ്യത്തിൽ അല്ല, സംവരണ സീറ്റല്ല ഞാൻ പറഞ്ഞത്. സംവരണത്തിന് ഇവൻ്റെ ഒന്നും കാല് താങ്ങേണ്ട കാര്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു സംവരണ നേതാക്കന്മാരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവരണ സീറ്റ് ആർക്കെങ്കിലുമൊക്കെ കൊടുത്താൽ പോരെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൊതു സീറ്റായ വൈക്കം സീറ്റ്, കോൺഗ്രസിൻ്റെ വൈക്കം സീറ്റ്
സണ്ണിയും കബിക്കാടിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും പിന്നീടത് തിരുത്തിപ്പറയുകയും ചെയ്ത നേതാക്കന്മാരെയൊക്കെ നാം കണ്ടു. അതിനോടനുബന്ധിച്ച് CSDSൻ്റെ നേതാവ് പറഞ്ഞു, ഞങ്ങൾ അതിൻ്റെ തിക്താനുഭവം ഞാനായാലും നിങ്ങളായാലും CSDSൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ത്യൻ ദലിത് ഫെഡറേഷൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ KPMSൻ്റെ ആൾക്കാർ, ഇങ്ങനെയുള്ള ദലിത് സംഘടനകൾ ഒരുപാടുണ്ടല്ലോ, വേടർ മഹാസഭ, ഇങ്ങനെ എല്ലാം ദലിത് സംഘടനകളാണ്. പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ അവരെല്ലാവരും എല്ലാവർക്കും അടിമയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പം ഈ അടിമ വ്യാപാരം തുടങ്ങിയിട്ട് വർഷങ്ങളും കാലങ്ങളുമായി. അതാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നും ഒരു ദലിതൻ പോലും രക്ഷപ്പെടാൻ സാധിക്കാതെ കിടക്കുന്നത്. അപ്പോൾ സണ്ണിയും കബിക്കാടിനൊക്കെ ഇവിടെ രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ എന്ന് ആദ്യം ചിന്തിക്കുക. ആണെങ്കിൽ അത് ഇവൻ്റെ ഒന്നും കാല് നിൽക്കാതെ സ്വയം പ്രബുദ്ധനായിട്ട് സ്വന്തം ആൾക്കാരെ വിശ്വസിപ്പിച്ചുകൊണ്ട് വേണം ഇലക്ഷനിൽ നിൽക്കാൻ. അതും ഈ ഇലക്ഷനിൽ ഇല്ലെങ്കിലും അടുത്ത വരുന്ന പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും വരുന്ന ഇലക്ഷനുകളിൽ നമ്മുടെയൊക്കെ, അതായത് കേരളത്തിലെ 16% കൂടുതൽ വരുന്ന പട്ടികജാതി, പട്ടികവർഗ, മതന്യൂനപക്ഷ, പരിവർത്തന, ക്രൈസ്തവ, ദലിത് സമൂഹത്തിൽ വരുന്ന എല്ലാ 16% മേളിലുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഇവിടെ മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ 3% തൊട്ട് 5% വരെയുള്ള സമുദായ അംഗങ്ങൾക്കൊക്കെ ഇവിടെ 14, 15, 16 MP-മാരും MLA മാരും അതിനോടനുബന്ധിച്ച് അതിൽ കൂടുതൽ മന്ത്രിമാരും ഒക്കെയാണ് എന്നുള്ളതും ഈ സമൂഹം മനസ്സിലാക്കണം, ചിന്തിക്കണം. ഇതാരുടെ വോട്ടിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായതെന്നുകൂടെ ചിന്തിക്കണം. ഇവിടെ ഞങ്ങൾ ദലിത് ക്രൈസ്തവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ക്രൈസ്തവൻ്റെ കീഴെ നിൽക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ഹൈന്ദവ ദലിതുകളാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ RSSൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഹിന്ദുത്വ അജണ്ടയിൽ നിൽക്കുമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് ഏകോപനമായിട്ടൊരു വ്യവസ്ഥയുണ്ടായി. അതിൽ ഒരു കുടിക്കീഴിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക, ഏതൊരു അവസ്ഥയിലും SNDP, NSS എന്ന് പറയുന്ന സംഘടനകൾ അവൻ്റെ ജാതി സ്വത്വത്തെ അവൻ നിലനിർത്തി. അവൻ എവിടെ പോയെന്ന് പറഞ്ഞാലും അവൻ NSSകാരനാണ് അല്ലെങ്കിൽ SNDPക്കാരനാണെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ ഇവിടുത്തെ പട്ടികജാതിക്കാർക്ക് എല്ലാവർക്കും ഉണ്ടായാൽ ഒരു 30 MLA-മാരെയും അതിനോടനുബന്ധിച്ചുള്ള മന്ത്രിമാരെയും നമുക്ക് കിട്ടും. ഇവന്മാരെല്ലാം നമ്മുടെ കാലെ നക്കി വരും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായാൽ അതിൻ്റെ ഈ ദലിത് സംഘടന അല്ലെങ്കിൽ ദലിതൻ്റെ 70% വിജയത്തിനേക്കടുത്ത് ബാക്കി 30% അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം ഇവന് മറ്റൊരുത്തൻ്റെ കാലെ നക്കി വീഴാതെ ഇരിക്കണമെന്ന് വരിൽ നമ്മുടെ കാലെ വീഴേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കാൻ ഉള്ള പ്രാപ്തി നമുക്ക് ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും വാസ്തവവും. നമ്മൾ പാർട്ടിയൊക്കെ പറയുമ്പോൾ ചങ്കുറപ്പോട് പറയും, ഞാൻ BJP-യിലാണ്, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ്സിലാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റിലാണെന്ന്. ദലിത, നിനക്ക് ഇതിനകത്ത് നിന്നിട്ട് നിൻ്റെ ആൾക്കാർക്ക് എന്താണ് പ്രയോജനം? ഒരു BJP-ക്കാർ പറയുന്നല്ലോ, പണ്ട് ക്രൈസ്തവ മതം സ്വീകരിച്ചപ്പോൾ അവർക്ക് പൊടി കൊടുത്ത് നമ്മളെയൊക്കെ വിലക്കെടുത്തു എന്ന്. അങ്ങനെയല്ലായിരുന്നു അതിൻ്റെ യഥാർത്ഥ്യം. ഇപ്പം BJP-ക്കാർ ചെയ്യുന്നത് തന്നെ, ഇപ്പം നാമമാത്രമായ കാശുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ തന്നിട്ട് നമ്മളെ വിലക്കെടുത്തിട്ട് അവർ അന്ന് ഇവിടുത്തെ മിഷണറിമാർ ഇവർ പറയുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലാണ് ഇവിടുത്തെ ദലിതനെയും പട്ടികജാതിക്കാരനെയും പിന്നോക്കക്കാരനെയൊക്കെ കാണുന്നത് എന്നുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാം നാം ഒന്നാണ്, ദലിത് നാം എല്ലാവരും ഒന്നാണ്, നമുക്ക് മുന്നേറണം എന്നുള്ള ഒരു ആപ്തവാക്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് ഈ ഇലക്ഷൻ തൊട്ട് വരും കാലങ്ങളിൽ മുന്നോട്ട് ജീവിക്കാനും, ഇല്ല എങ്കിൽ ഇവനൊക്കെ നമ്മളെ തകർത്ത് കളയുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി നമുക്ക് ഈ ഇലക്ഷനെ നമുക്ക് നേരിടണം. അതിന് ഉത്തമമായി ആൾക്കാരെ അവനവൻ്റെ ഉചിതമനുസരിച്ച് വിജയിപ്പിക്കുക. വരേണ്യവർഗത്തിൻ്റെ അടിമകളാകാനാണോ താല്പര്യമെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം. അല്ല, സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വരിൽ അത് നമുക്ക് തീരുമാനിക്കാം.
ജയ് ഭീം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോ നിർത്തുന്നു. അടുത്ത ഭാഗം നമുക്ക് വീണ്ടും കാണാം.